റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം മുമ്പുള്ള വീഡിയോ ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് മറ്റൊരു യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ പുതിയ ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇതൊന്ന് ശ്രദ്ധിച്ചത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ വീഡിയോ എന്നുള്ളത്? എടാ മമ്മൂട്ടി, നാണം ഉണ്ടോടാ നിനക്ക്? ഉളുപ്പുണ്ടോടാ നിനക്ക്? നിന്നെയൊക്കെ എന്താ വിളിക്കണ്ടേ? നാണം കെട്ടവനെ. അവൻ വന്നിരിക്കുക ഉളുപ്പില്ലാതെ ഇവന്റെ ഇപ്പുറത്തോട്ട് കയറ്റി ഇരുത്തിയേക്കുക. അവനെ പറ്റി ഈ പരാതി നിന്റെ മോളെ പറ്റിയാ. നിന്റെ മോളാ നിന്നോട് പറഞ്ഞാൽ നീ ഇരുത്തോടെ അവനെ കൂടെ. നീ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. അവള് സത്യമാണോ കള്ളമാണോ പറയണമെന്ന് നീ അറിയണ്ട. പക്ഷെ എങ്കിൽ പോലും ഇത്തിരി പണി കാണിച്ച ഒരുത്തന്നെ നിന്റെ മോളോടാ കാണിച്ചെങ്കിൽ നീ അവനെ നാളെ ഇതുപോലെ പിടിച്ചിരുത്തോടാ മമ്മൂട്ടി. നാണം ഇല്ലാത്തവനെ. നിനക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നിനക്ക് ചിലപ്പോ അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും. അല്ല, ആ പെണ്ണൊക്കെ വെറും മോശക്കാരി പെണ്ണല്ലേ? നിന്റെ മോള് മാത്രമല്ലേ മോളുള്ളൂ? അല്ല, നിന്റെ മോക്ക് മാത്രമേ അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അവള് മാത്രമേ സത്യവും പറയത്തുള്ളായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ പറയുന്ന കള്ളമാണെന്നായിരിക്കും നിനക്ക് തോന്നുന്നത് അല്ലേ? കൂടെ കൊണ്ട് ഇരുത്താൻ പറ്റിയൊരു മുതല്. നാണം ഉണ്ടോടാ നിനക്ക്? നിനക്ക് നാണം ഉണ്ടോടാ മമ്മൂട്ടി? നിന്നോടാ ചോദിക്കുന്നത്. നീ ഇത്രക്കാരനാണോ? നീ ഭയങ്കര നന്മ. ഈ വീഡിയോയിൽ ഇപ്പം നമുക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഈ ചൗത്താൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. അവന് ഈ ശരിക്കും നമുക്കറിയാം, ലാലേട്ടനെ കഴിഞ്ഞ കുറേ കാലം മമ്മൂക്കയും ലാലേട്ടനെ എല്ലാം പറഞ്ഞു. ലാലേട്ടനെ കുറച്ചുകൂടെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ലാലേട്ടനെ കുറിച്ച് ഇവൻ സംസാരിച്ചതിൻ്റെ പുറത്ത് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണെന്നല്ല ഇവനെ കംപ്ലൈൻറ്റ് കൊടുത്ത് തൂക്കിയെടുത്ത് അകത്തിട്ടത്. ഇവനെ അവൻ്റെ റൂമിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഇവനെ കൊണ്ട് അകത്തിട്ടപ്പം ഇവൻ്റെ പാവം വീട്ടുകാർ, അതായത് ആ പാവപ്പെട്ട അമ്മ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയും ഇവൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെയൊക്കെ നിന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം ഇവൻ സുഖമില്ലാത്തവനാണ്, ഇവന് ഒരുപാട് അസുഖങ്ങളുണ്ട്, അത്തരത്തിലുള്ള അസുഖങ്ങളുടെ ഗുളിക ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവൻ്റെ ആരോഗ്യം പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോ കണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനിപ്പം ആരെ പറഞ്ഞാലും ആ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയേറെ സങ്കടം തോന്നി. കാര്യം എന്നാലും അമ്മയ്ക്ക് വേറെ ആരും ഇല്ലല്ലോ, ഇവൻ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെന്നൊക്കെ നമ്മളും വിചാരിച്ച്. പക്ഷെ പുറത്തിറങ്ങിയിട്ടതാണ്ട് ഇപ്പം കുറച്ച് ദിവസം എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഇവൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഇവൻ എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം സിദ്ദിഖ് ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്കയുടെ അടുത്ത് ചെന്നിരുന്നപ്പം, അതായത് മമ്മൂക്ക എഴുന്നേറ്റ് പോയില്ല, അല്ലെങ്കിൽ മമ്മൂക്ക അവിടെ തന്നെ തുടർന്നു, മമ്മൂക്കയുടെ അടുത്ത് സിദ്ദിഖിന് ഇരിക്കാനുള്ള ഒരു അവസരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നാമത് ഇവൻ മമ്മൂക്കയെ സംബോധന ചെയ്തിരിക്കുന്നത്. അവനെന്നോ ഇവനെന്നോ ഒക്കെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ നമുക്ക് ദേശീയ തലത്തിൽ ഒരുപാട് വട്ടം ആദരിക്കപ്പെട്ടെന്നോ അദ്ദേഹം സാമൂഹിക രംഗത്ത് നൽകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഈ വിവരം കേട്ടോ മനസ്സിലാക്കേണ്ടെന്ന യാതൊരു കാര്യവുമില്ല. കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ അത്രയും മോശമായിട്ടാണ് മമ്മൂട്ടിയെ പോലെ ഒരാളെ അവൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ആർക്കും യാതൊരുവിധ മര്യാദയും വേണ്ട, സഭ്യമായിട്ടുള്ള ഭാഷയിൽ ഇത്തരത്തിലുള്ള രീതിയിൽ ആർക്ക് വേണമെങ്കിലും പറയാമെന്നുള്ളതാണ് അവൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി പറയാതെ ഇങ്ങനെ പറയാമെന്നുള്ള രീതിയിൽ കൂടെ. അപ്പം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രായമെങ്കിലും നോക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ 10-73 വയസ്സുള്ള ഇവൻ എനിക്ക് തോന്നുന്നു ഒരു 10-40 വയസ്സിൽ താഴെയായിരിക്കും. ഇവനേക്കാളും ഒരു 10-33 വയസ്സിന് മുതിർന്ന ഒരാളോട് സംസാരിക്കുന്ന ഇങ്ങനെയാണ് ഇവൻ എടാ മമ്മൂട്ടി എന്തൊക്കെയോ പറയുന്നത് കേട്ടോ വീഡിയോയ്ക്കകത്ത്. അതായത് മമ്മൂക്കയുടെ മകളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയവനെ പിടിച്ച് മമ്മൂക്ക അടുത്തിരുത്തുവോ, മമ്മൂക്കയുടെ മരുമകളുടെ അടുത്തോ ദുൽഖറിൻ്റെ ഭാര്യയുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയവരെ പിടിച്ച് അടുത്തിരുത്തുവോ എന്നൊക്കെയാണ് ഈ വിവരം കേട്ടോ ചോദിക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖ് എന്ന് പറയുന്ന ആള് കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് ആദ്യം ഇവൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. കുറ്റാരോപിതൻ മാത്രമെന്നല്ല, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നീതിപീഠമായ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ജാമ്യത്തിൻ്റെ പുറത്താണ്, അതായത് മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയതിൻ്റെ പുറത്താണ് സിദ്ദിഖ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറയാൻ പറ്റത്തില്ല. ഇപ്പം മമ്മൂക്കയുടെ അടുത്ത് മാത്രമല്ല, ഇപ്പം അമ്മയുടെ ജനറൽ ബോഡി കുറച്ച് നാളിന് മുമ്പ് നടന്നപ്പം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ ഒക്കെ അടുത്ത് സിദ്ദിഖ് വന്നിരുന്നിട്ടുണ്ട്. ഇവരോടൊക്കെ സിദ്ദിഖ് സംസാരിച്ചിട്ടുണ്ട്. ഈ അമ്മ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നടീനടന്മാരോട് സിദ്ദിഖ് സംസാരിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവന് പുള്ളിയില്ല, അന്നേരം ഒന്നും ഇവന് വിമർശിക്കണ്ടായിരുന്നു. ഒന്നുകിൽ അവന് വ്യൂസ് കുറഞ്ഞിരുന്ന സമയത്ത് മമ്മൂക്കയെക്കുറിച്ച് സംസാരിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇതൊരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇതുപോലുള്ളവന്മാരെ ആജീവനാന്തം ജയിലിലിടാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാക്കണം. കാര്യം അതിപ്പം അന്ന് ഈ പറഞ്ഞ കണക്ക് ഇപ്പം ലാലേട്ടൻ ഈ പറഞ്ഞ കണക്ക് സിദ്ദിഖ് കേസുമായിട്ട് മുന്നോട്ട് പോയി, പിന്നെ സിദ്ദിഖിനൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അത് ചൗത്താനെ അകത്താക്കിയത് കൊണ്ടാണെന്നൊക്കെ പലരും പറഞ്ഞ്.
ഇപ്പം ഇങ്ങനെയുള്ളവരെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും സംസാരിക്കുന്ന കാര്യം നമുക്ക് വിമർശിക്കാം ഒരാളെ. ഇവൻ അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചത് പ്രായം പോലും നോക്കാതെ ഒരു മനുഷ്യനോട് സംസാരിക്കുക എന്ന് പറയുന്നത്, ഇപ്പം സിദ്ദിഖ് അടുത്തിരുന്നെന്നല്ലാതെ മമ്മൂക്ക യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മമ്മൂക്ക സമൂഹത്തിന് മാതൃകയല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റവും അദ്ദേഹം സമൂഹത്തിനോട് പെരുമാറിയിട്ടില്ല. അത് നമ്മൾ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാം അതെല്ലാം ഇപ്പം കേറാൻ ഷെയറിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ആളാണ് മമ്മൂക്ക. രാജ്യം ഒരുപാട് ബഹുമതികൾ നൽകി അല്ലെങ്കിൽ അവാർഡുകൾ നൽകി ആദരിച്ചിട്ടുള്ള ആളാണ് മമ്മൂക്ക. ഇതൊന്നും നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും മാത്രം അവന് നോക്കാമായിരുന്നു. ഈ ചൗത്താൻ എന്ന് പറയുന്ന അജു അലക്സ് എന്നാണെന്ന് തോന്നുന്നു അവൻ്റെ പേര്. ഇത്രയും മാത്രം നോക്കാം, മനുഷ്യൻ്റെ പ്രായമെങ്കിലും. അപ്പോൾ ആ മനുഷ്യനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവൻ ബാക്കിയുള്ളവരോട് എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലിനെയും അല്ലെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനെയും പോലെ സമൂഹത്തിലെ ഈ ഉന്നതങ്ങളിൽ നിൽക്കുന്ന, അതായത് മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ഇവരെക്കുറിച്ച് ഇങ്ങനെ ഇവനെന്ന് സംബോധന ചെയ്യുന്നെങ്കിൽ ഇയാൾ ഈ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരോട് ഇയാൾ എങ്ങനെ ആയിരിക്കും സംബോധന ചെയ്യുന്നത്? അവരോട് ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഈ കണക്കിന് പെരുമാറുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യമാണല്ലോ നമ്മൾ പുറത്തു പോയി സംസാരിക്കുന്നത്. എന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ ഇത്രയും പറയേണ്ടി വന്ന കാര്യം, ഞാൻ ഇങ്ങനെ എനിക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ നല്ല രീതിയിലാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മറുപടി പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളവരുടെ വീഡിയോ കാണുമ്പം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും 2 വാക്ക് പ്രതികരിക്കണമെന്ന് തോന്നും. അത് നമുക്ക് ഈ വാക്കുകളിലൂടെ മാത്രമേ നമ്മുടെ പ്രതികരണം നമുക്ക് അറിയിക്കാൻ പറ്റൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രമായിട്ട് കണ്ടാൽ മതി. ഇവൻ എന്തെങ്കിലും നേരെയാവുന്നെങ്കിൽ നന്നാവട്ടെ, സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ഇവനെ കൊണ്ട് ഉണ്ടാകട്ടെ, ഈ ചൗത്താൻ എന്ന് പറയുന്നവനെ കൊണ്ട് ഗുണം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.